നമസ്കാരം. പിണറായിക്ക് സതീശന് ഭയം. തീർക്കാൻ ഉത്തരവിട്ടത് ആര്? മന്ത്രിയെ കൊല്ലാനുള്ള ശ്രമം എങ്ങനെ? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചു. മന്ത്രി ആരെങ്കിലും മർദ്ദിക്കുന്നതായിട്ടോ ആയുധം ഉപയോഗിക്കുന്നതായിട്ടോ ഉള്ള ദൃശ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. കഴുത്തിൽ ആയുധം കൊണ്ട് ആക്രമിച്ചു എന്നുള്ള FIR വന്നിരിക്കുന്നു. പോലീസിന്റെ ഒരു വിധേയത്വമേ. മന്ത്രിക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്ന് പോലീസിന്റെ റിപ്പോർട്ട് വന്നു. വീണ ജോർജിന്റെ കഴുത്തുവേദനയിൽ ദുരൂഹതയേറുന്നു എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തും. 2020 ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായ കഴുത്തുവേദനയാണോ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള KSU പ്രതിഷേധവും അതിനുശേഷം തുടർന്നുണ്ടായിട്ടുള്ള പരിക്കുമൊക്കെ വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കും ദുരൂഹതയിലേക്കുമൊക്കെ നീങ്ങുന്നുണ്ട്. മന്ത്രിയുടെ കഴുത്തിന് ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചുവെന്നും വധിക്കാൻ ശ്രമിച്ചുവെന്നും FIR രേഖപ്പെടുത്തിയിരിക്കെ മന്ത്രിക്ക് മർദ്ദനമേൽക്കുകയോ സുരക്ഷാ വീഴ്ച സംഭവിക്കുകയോ ചെയ്തിട്ടില്ല എന്ന പോലീസിന്റെ പുതിയ റിപ്പോർട്ട് സർക്കാരിനെയും CPM-നെയും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ഉത്തരമേഖല DIG-ക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നൽകിയ വിശദീകരണത്തിലാണ് പോലീസ് നിലപാട് വ്യക്തമാക്കിയത്. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതായും അതിൽ മന്ത്രി ആരെങ്കിലും മർദ്ദിക്കുന്നതായിട്ടോ ആയുധം ഉപയോഗിക്കുന്നതായിട്ടോ ഉള്ള ദൃശ്യങ്ങളില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. മറിച്ച് മന്ത്രി സമരക്കാർക്കെതിരെ തിരിഞ്ഞപ്പോൾ പോലീസുകാർ അനുനയിപ്പിച്ച് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് FIR-ഉം പോലീസ് റിപ്പോർട്ടും തമ്മിലെ വൈരുദ്ധ്യമാണ്. അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കേരളം ചർച്ച ചെയ്യുകയുമാണ്. FIR പ്രകാരം KSU പ്രവർത്തകർ മാരകായുധങ്ങളുമായിട്ട് പ്ലാറ്റ്ഫോമിൽ അതിക്രമിച്ചു കയറി കൊല്ലടാവളെ എന്ന് ആക്രോശിച്ച് മന്ത്രിയുടെ കഴുത്തിൽ ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ചു എന്നും അതിൽ 5 പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. സമരക്കാർ മന്ത്രിയുടെ അരികിലേക്ക് എത്തിയിട്ടില്ല. മർദ്ദനമേറ്റതിനോ സുരക്ഷാ വീഴ്ച ഉണ്ടായതിനോ തെളിവുകളില്ല. കനത്ത പോലീസ് വലയത്തിലായിരുന്നു മന്ത്രി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോൾ തന്നെ മന്ത്രിയെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചതും കഴുത്തുവേദനയെ തുടർന്ന് വിദേശത്ത് നിന്നുള്ള വിദഗ്ധരുടെ വരെ നിർദ്ദേശങ്ങൾ തേടിയതും എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. സമരക്കാർ തൊട്ടിട്ടില്ലെങ്കിൽ മന്ത്രിക്ക് എങ്ങനെ കഴുത്തുവേദനയും അസ്വസ്ഥതയും ഉണ്ടായി എന്നതാണ് നിർണായകം. ഉന്തും തള്ളിനുമിടയിൽ പോലീസുകാരുടെ തന്നെ കൈമുട്ട് മന്ത്രിയുടെ കഴുത്തിൽ തട്ടിയതാകാം വേദനയ്ക്ക് കാരണമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം മന്ത്രിയുടെ വെറും അഭിനയം മാത്രമാണ് എന്നുള്ള ആരോപണവുമായിട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഫോൺ കോളിന് ശേഷമാണ് മന്ത്രിക്ക് കഴുത്തുവേദന അനുഭവപ്പെട്ടത് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പരിഹാസം. എന്നാൽ മന്ത്രിയെ വധിക്കുവാൻ ബോധപൂർവമായിട്ടുള്ള ശ്രമം നടന്നുവെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുമാണ് CPM-ന്റെ നിലപാട്. പോലീസ് റിപ്പോർട്ടിൽ പുതിയ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ കേസിന്റെ ഗതി തന്നെ മാറ്റിയേക്കാവുന്നതാണ്. കോടതി ഇക്കാര്യങ്ങളിൽ എടുക്കുന്ന നിലപാട് നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല, സംശയവുമില്ല. പക്ഷെ ഇവിടുത്തെ ഒരൊറ്റ കാര്യം, ഇത്തരത്തിലൊരു ഗതികെട്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുവാൻ എന്താണ് CPM-നെ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്ന ഒരു ചേതോവികാരം എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ. വീണ്ടും മൂന്നാമത് കൂടി ഒന്നുകൂടി ഇവിടെ ഈ നാടിനെ, കേരളത്തെ ഒന്നുകൂടി ഒന്ന് ഭരിക്കണം, കുട്ടിച്ചോറാക്കണം. അത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ ഇവിടെ ഇവർ 3 മേഖലാ ജാഥകൾ നടത്തിയ CPM ആരെങ്കിലും അറിഞ്ഞോ? തമ്മിൽ തല്ലിപ്പിരിയുന്ന മേഖലാ ജാഥകൾ മാത്രമായിരുന്നു. ഒരിടത്തും ഈ പറയുന്ന പോലെ ആൾക്കൂട്ടമൊന്നും കണ്ടതുമില്ല, ആരും തിരിച്ചറിഞ്ഞതുമില്ല. അതേസമയം ഈ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഭിക്കുന്ന ഒരു സ്വീകാര്യത എന്ന് പറയപ്പെടുന്നത് പിണറായിയെയും പാർട്ടിയെയും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഭയമാണ് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഴിമതിയുടെ കൂത്തരങ്ങായി തീർന്ന കേരളത്തിലെ ഭരണത്തിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം അതിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യത്തിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ എന്ന് പറയപ്പെടുന്നത് ഈ CPM-നെയും പിണറായി സർക്കാരിനെയും ഒരേ സമയം തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ള ചിന്തയിലാണ് ഇപ്പോൾ ഈ ആരോഗ്യമന്ത്രിയുടെ ഈ അഭിനയം എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കേണ്ട ഗതികേട് പാർട്ടിക്കുണ്ടായത് എങ്ങനെയാണ്? ആദ്യം സൂചിപ്പിച്ച പോലെ ആരോഗ്യമന്ത്രിക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഈ KSU പ്രവർത്തകരൊന്നും കഴുത്തിൽ പിടിച്ച് ഞെരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വേദന ഉണ്ടായത്? 2020 മറ്റോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ഈ ആരോഗ്യമന്ത്രി ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ. ആ ആക്സിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് വീണ ജോർജിന് കാര്യമായിട്ടുള്ള ക്ഷതമേൽപ്പിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഇനി അതിനുശേഷം ഉണ്ടാകുന്നതാണോ അതോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ ഒക്കെ കണ്ടറിയേണ്ടതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്യാവസ്ഥ മന്ത്രി തന്നെ പുറത്തു പറയേണ്ടതുമാണ്. എന്തായാലും ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ. പുതുയുഗ യാത്ര എന്ന് പറയപ്പെടുന്ന വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് CPM-നെയും പിണറായി വിജയനെയും. അതുകൊണ്ട് തന്നെയാണ് ആ യാത്രയുടെ ഇമേജ് നശിപ്പിക്കുവാൻ വേണ്ടി ഉത്തരവിടുന്നതും അതിൽ ഏത് വിധേനയും അതിനെ തകർത്ത് തരിപ്പണമാക്കുക എന്നൊരു ലക്ഷ്യത്തോട് പോകുന്നതുമൊക്കെ. ഇതൊക്കെ പിണറായിക്ക് സതീശനെ ഭയമാകുന്നതുകൊണ്ടാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് 3.5 കോടി വരുന്ന ജനങ്ങളെ മണ്ടന്മാരാക്കാമെന്ന് വിചാരിക്കുന്നതിൽ തെറ്റുപറ്റിപ്പോകുന്നു. ഇപ്പോൾ അതിൽ കൈപൊള്ളി എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. ആരോഗ്യമന്ത്രിയെ കൊണ്ടൊക്കെ ഇത്തരത്തിലൊരു
അഭിനയമൊക്കെ നടത്തിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്കും ഷംസീറിനുമൊന്നും നാണക്കേട് ഉണ്ടാക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു. ഇത് മൊത്തത്തിൽ പാർട്ടിക്കും സർക്കാരിനും അടക്കം നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.